ഹലോ, എൻ്റെ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാടക്കറിക്ക് തുല്യമായ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റുള്ളത്. എന്താണെന്നല്ലേ അതിന് വേണ്ടത്? തേങ്ങ ഒരു വലിയ മുറി എടുത്തിട്ടുണ്ട്, ജീരകം, കറുവപ്പട്ട, ഒരു തക്കാളി, 2 സവാള, കുറച്ച് ചെറിയ ഉള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി. ചെറിയ ഉള്ളിയും കറിവേപ്പിലയെല്ലാം കുറച്ച് വറുത്തിടാനാണ്. ബാക്കി എല്ലാം കുറച്ച് കാര്യങ്ങളും കൂടി വേണം, അത് കാണിക്കാം. എന്തിനെ കൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചാൽ ചക്കക്കുരു വെച്ചാണ്. ചക്കക്കുരു ഈ രീതിയിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 5-8 പേർക്ക് കഴിക്കാൻ വേണ്ട കറിയാണ് ഉണ്ടാക്കുന്നത്. ചക്കക്കുരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് 3 കണക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് ഒരു 2 വിസിലടുപ്പിക്കാം. ചക്കക്കുരു കുക്കറിൽ വേവിച്ചതിന് ഇതെല്ലാം ഒന്ന് ചൂടാക്കണം. മസാലകളെല്ലാം ജീരകം, പെരുംജീരകം, മല്ലി, കറുവപ്പട്ട, ഗ്രാമ്പു ഇതെല്ലാം ചേർത്ത് വറുത്ത് കൊടുക്കണം. 1 ടീസ്പൂണോളം കുരുമുളക്, 4 ഉണക്കമുളകെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിനായി കോരിയെടുക്കുക. മല്ലി വാങ്ങിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇതിൽ ചേർത്ത് കൊടുത്ത് ഇത് വഴറ്റിലാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് വഴന്ന് കിട്ടാനില്ല, ഇതിന് ഉപ്പ് കുറച്ച് പിടിച്ചോട്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുത്ത് പൊടികളൊന്നും ചേർക്കുന്നില്ല. അതിൽ ഉണക്കമുളക് പിന്നെ അരക്കുന്നുണ്ട്. പച്ചമുളക് കറിയിട്ടിട്ടുണ്ട്. മല്ലിയും മറ്റുള്ളതെല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. ഈ തക്കാളി കുറച്ചുകൂടി വേകാനുണ്ട്, പക്ഷേ എനിക്ക് തിരക്ക് കാരണം ഇത് ഞാൻ കോരി എടുക്കലാണ്. ഇത് കോരി വെച്ചു. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. തേങ്ങ വറക്കാൻ കറിയാക്കാൻ താമസിച്ചു പോയി, അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കണം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ആദ്യം വറുത്ത മല്ലിയിൽ ചേർത്തുകൊണ്ട് ചേർക്കുന്നില്ല. ഇത് ഇറച്ചിക്കറിക്കെല്ലാം വറുക്കുന്നത് പോലെ സാമ്പാറിനെല്ലാം വറുക്കുന്ന അതേ പാകത്തിൽ വറുത്തെടുക്കണം. കുറച്ചുകൂടി ആകാനൊരു 11 മണിയാകുമ്പോൾ ആകേണ്ടതാണിത്. അതുകൊണ്ടാണ് നമുക്ക് തിരക്ക്. ഉള്ളിയെല്ലാം പകുതി, തക്കാളിയെല്ലാം കുറച്ച് കുറച്ച് വാങ്ങാൻ അതാണ് കാരണം. ഇതായിട്ടുണ്ട്. പിന്നെ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി നല്ല ചൂടുള്ളതല്ലേ, ഓഫാക്കിയാലും കുറച്ചാകും. സ്റ്റൗ ഓഫ് ചെയ്തു, ഇളക്കി കൊടുക്കണം. ഓഫാക്കിയാലും ഓഫ് ചെയ്തതിന് ശേഷം ഈ ചീനച്ചട്ടിയിൽ ഉരുളിയിൽ നിന്നെല്ലാം പിന്നെയും കുറച്ചാകും. ഇപ്പം പാകത്തിനായി. ചക്കക്കുരു നന്നായി വെന്തിട്ടുണ്ട്. ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ ഞെക്കുമ്പോൾ ഞെങ്ങുന്നുണ്ട്. പുതിയ മഞ്ഞൾ പൊടിച്ചുകൊണ്ടെന്നാ നല്ല കളറുണ്ട്. 1/4 ടീസ്പൂണേ ഇട്ടിട്ടില്ല. ഇനി ഇതിൽ നിന്ന് ഈ മസാലേനെ പകുതി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പകുതി ഞാൻ അരക്കുകയ്യ. പകുതി തക്കാളി ചേർത്ത് കൊടുത്തു. ഇനി സിമ്മിലിട്ട് കൊടുക്കുക. അരച്ച് കൊണ്ടുവരുന്നത് മറ്റേതെല്ലാം ഒന്ന് അരച്ചിട്ട് വരട്ടെ. മസാലകളെല്ലാം ഇതിൽ ചേർത്ത് കൊടുത്തു. ഇനി വഴറ്റിയ ഉള്ളി വഴറ്റിയ ഉള്ളിയെല്ലാം അരച്ചിട്ട് മല്ലിയുടെ കൂടെ അരച്ചിട്ട് ചേർത്ത് കൊടുത്തു. തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിന് തിളക്കുകയേ വേണ്ടൂ. ഉപ്പ് നോക്കി, ഉപ്പ് ലേശം കുറവാണ്, അതിപ്പോൾ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. ഇത് കാടക്കറിയെ വെല്ലുന്ന ഒരു ചക്കക്കുരു കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും ഈ കറി. എരിവ് കുറച്ചിട്ട് ആക്കി കൊടുത്താൽ മതി. ഇത് ഞാൻ എരിവ് വേണ്ടുന്നവർക്ക് ആക്കുന്നുണ്ട്. പച്ചമുളകും ഉണക്കമുളകും കുരുമുളകും
മറ്റും ചേർത്തത്. ഇനി നന്നായിട്ട് തിളക്കട്ടെ. വറക്കാൻ കരണ്ടി അടുപ്പത്ത് വെച്ച് ചക്കക്കുരുങ്ങത്തിനെല്ലാം നന്നായിട്ട് വെളിച്ചെണ്ണ തന്നെ വറക്കണം. കടുക് വേണ്ട. കറി തിളക്കാൻ വെച്ചിട്ടുണ്ട്, തിളച്ചില്ല. ഇത് തിളക്കുമ്പോഴേക്കും മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കറിയാട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ.